ഈ ഒരു ദ്വീപിൽ കുറേ പേര് വന്നിട്ട് അകപ്പെട്ടു പോയി മരണം സംഭവിച്ചിട്ടുണ്ട്. മരണം സംഭവിച്ചിട്ടുണ്ട്. വേലിയേറ്റവും ഇറക്കവും ഉണ്ടല്ലോ. അപ്പോൾ അവർ വെള്ളം ഇറക്കത്തിനാണ് വന്നത്. വെള്ളം താഴോട്ട് പോകുമ്പോൾ വന്നത്. തിരിച്ചു പോകുമ്പോൾ ഫുൾ വെള്ളമായി പോയി. അങ്ങനെ ബുദ്ധിമുട്ടി പോയതാണ്. കടൽ വഴി ക്രോസ് ചെയ്തിട്ട് വേണം ഈ ഒരു അത്ഭുത പച്ചത്തുരുത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട്. കിടിലൻ എക്സ്പീരിയൻസ് ആണ്. അധികം ആരും എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്തൊരു ഹിഡൻ സ്പോട്ടാണിത്. ഒരു ഗംഭീര സ്പോട്ടാണ്. മാൽദീവ്സോ ലക്ഷദ്വീപോ ഒന്നുമല്ല, നമ്മുടെ സ്വന്തം കേരളമാണ്. എങ്ങനെ പോകുന്ന റൂട്ടാണ് ഈ റൂട്ട് കാണുന്നത്. ഇതിലേ പോലെ അവിടെ എത്തൂ. അതും വെള്ളം ഈ ഇറക്കത്തിനാണ് പോകാൻ പറ്റൂ. വെള്ളം താഴോട്ട് പോകുന്ന സമയത്താണ് അവിടെ പോകാൻ പറ്റൂ. അപ്പോൾ നമ്മളിപ്പോൾ നേരെ നടന്നു പോയാൽ പോരെ? നേരെ നടന്നിട്ട് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ് ഗൈസ്. നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ സ്പോട്ടിൽ തീർച്ചയായിട്ടും ഉൾപ്പെടുത്താൻ പറ്റിയ ഒരു കിടിലൻ സ്ഥലമാണിത്. കടൽ ക്രോസ് ചെയ്തുകൊണ്ട് കടൽ വഴി നടന്ന് കേരളത്തിലൊരു അത്ഭുത ദ്വീപിലേക്ക്, ഒരു പച്ചത്തുരുത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മളിപ്പം നടന്നിട്ട് അവിടെ എത്താറായി. ഇത് വേലി ഇറക്ക സമയമാണ്, അതുകൊണ്ട് തന്നെ വെള്ളം ഇറങ്ങുന്നൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ നടന്നിട്ട് ഇപ്പുറത്തേക്ക് കടക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. എല്ലാ സമയത്തും എല്ലാ മാസത്തും ഒന്നും ഇങ്ങനെ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. ചില പ്രത്യേക മാസങ്ങളിൽ ചില പ്രത്യേക ടൈമുകളിൽ മാത്രമാണ് ഇപ്പുറത്തേക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുക. നമ്മളിപ്പോൾ ഈ സ്ഥലത്ത് നിന്നാണ് കടൽ വഴി നടന്നു വന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പച്ചത്തുരുത്ത്. വിവിധ തരം പ്രത്യേകതയുള്ള കുറേയധികം സസ്യജാലങ്ങൾ, കുറേയധികം തെങ്ങുകൾ, അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ഇതൊക്കെ നിറഞ്ഞിരിക്കുന്നൊരു ദ്വീപാണിത്. പുറത്തുനിന്ന് നോക്കുമ്പോൾ തന്നെ ഒരു പച്ചത്തുരുത്ത് പോലെയാണ് നമുക്ക് തോന്നുക. അതിപ്പോൾ ഇവിടെ എത്തിപ്പെട്ടപ്പോഴും അത് തന്നെയാണ് ഇവിടുത്തെ അവസ്ഥ. ഫുള്ള് ഗ്രീനറി ആയിട്ട് കുറേയധികം മരങ്ങളും കാട് പിടിച്ച് കിടക്കുന്നൊരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ അകത്തേക്കൊന്ന് സഞ്ചരിച്ച് നോക്കാം. 1998 സർക്കാർ ഒരു സ്വകാര്യ വ്യക്തിയിൽ നിന്ന് ഈ ഭൂമി ഏറ്റെടുക്കുകയായിരുന്നു. അതുവരെ ഇതൊരു സ്വകാര്യ വ്യക്തിയുടെ കൈവശമായിരുന്നു ഈ ഭൂമി. ഇതിൻ്റെ അകത്ത് ശുദ്ധജലം കിട്ടുന്ന കിണറുണ്ട്, ഒരു കുഞ്ഞു വീടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും പൊളി വൈബാണ്. സൂപ്പർ സ്ഥലമാണ് കേട്ടോ. ഫുള്ള് വൈബ്, കീടില സ്ഥലമാണ്. നിരപ്പ് സ്ഥലമാണ്. ഇത് 1.5 ഏക്കറുണ്ട് ഫുള്ള്. ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ നമുക്ക് കടൽ കാണാം കേട്ടോ. നമ്മളെ ചുറ്റും ഇപ്പം കടലാണ്. 4 ഭാഗവും കടൽ മൂടപ്പെട്ടിരിക്കുകയാണ്. നിരപ്പ് സ്ഥലവും ഒരു 1/2 ഏക്കർ അങ്ങോട്ടുണ്ടാവും, ഒരു 3/4 ഏക്കറും കൂട്ടുണ്ടാവും. നമ്മളിങ്ങോട്ടേക്ക് പോകുന്നത് ഇവിടെ രാത്രി ആയതുകൊണ്ട് എല്ലാം കാണാൻ പറ്റാത്ത അവസ്ഥയാണ്. നമ്മൾ അപ്പുറത്തെ കര കണ്ടിട്ടില്ലേ, ആ കരയിൽ ബന്ധിപ്പിച്ചിട്ട് പണ്ടുണ്ടായത്. കാരണം ജനിക്കുന്നതിന് മുന്നേ അങ്ങനെ പറയപ്പെടുന്നത്. ഇപ്പോൾ ശരിക്കും അറിയില്ല. ഇത് ഒരു കാലക്രമേണ ഒരു കാലഘട്ടത്തിൽ മുറിഞ്ഞു പോയതാണ്. ലോങ് കിട്ടുമോ? തലശ്ശേരി കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. അത് ഇവിടെ കാണുന്നത്. മനസ്സിലായി. അതായത് ഏകദേശം ഒരു 5-8 കിലോമീറ്ററോളം ഉണ്ടാവും. പിന്നെ മാഹി പള്ളിയായി ഇവിടെ കാണുന്നത്. അതാ മാഹി പള്ളി. അതാ ഈ സ്ഥലത്ത് അതൊരു അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണല്ലേ. ഇവിടെ വന്നാൽ ഒരുവിധ ഏരിയയെല്ലാം കാണാം. കണ്ണൂർ കാണാം. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പോയാൽ കണ്ണൂർ കാണാം. കണ്ണൂർ ഹാർബർ, കണ്ണൂർ ലൈറ്റ് ഹൗസ് കാണാം. ഒരുവിധം എല്ലാം കാണാം. മുഴപ്പനാട് ഡ്രൈവിംഗ് ബീച്ച് കാണാം. വണ്ടി പോകുന്നത് കാണാം. തോണികൾ വരുന്നത് കാണാം. അത് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ തന്നെ സമയവും കാര്യങ്ങളും ഒക്കെ അന്വേഷിച്ചിട്ട് വേണം വരാൻ വേണ്ടിയിട്ട്. എല്ലാ സമയവും എല്ലാ മാസമൊന്നും ഇവിടെ വരാൻ വേണ്ടി സാധിക്കില്ല. ചില പ്രത്യേക മാസങ്ങളിൽ ചില പ്രത്യേക സമയമൊക്കെ ഉണ്ട്. അതൊക്കെ ഇവിടെ വന്നതിന് ശേഷം നാട്ടുകാരോട് ചോദിച്ചാൽ മതി. ഈ സ്ഥലം എന്ന് പറയുന്നത് ധർമ്മടമാണ്. ധർമ്മടം കടപ്പുറത്ത് നിന്ന് 100 മീറ്റർ അകലെ മാറിയിട്ടാണ് ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. തലശ്ശേരിയിൽ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ടാവും? ധർമ്മടം ബീച്ച് എന്ന് പറയാൻ മതി. അതെ, ധർമ്മടം ബീച്ച്. അതെ, ഈ തലശ്ശേരിയിൽ നിന്ന് തലശ്ശേരി 3.5-4 കിലോമീറ്റർ ഉണ്ടാവും. തലശ്ശേരിയിൽ നിന്ന് 4.5 കിലോമീറ്റർ ആണ് ഈ ധർമ്മടം ബീച്ചിലേക്ക്. ധർമ്മടം കടപ്പുറത്ത് നിന്ന് 100 മീറ്റർ, പച്ചത്തുരുത്ത് 100 മീറ്റർ അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അടിപൊളിയായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ നല്ലൊരു എക്സ്പീരിയൻസ് സമ്മാനിക്കുന്ന ഒരു ഡെസ്റ്റിനേഷൻ തന്നെ ആയിരിക്കും ഇതെന്ന് കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സേവ് ദ ഡേറ്റ്, അതുപോലെ തന്നെ ഫോട്ടോഷൂട്ട് തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ കപ്പിൾസിനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റിയ ഒരു സ്ഥലമാണ്. അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ഈ വീഡിയോ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്യുക.